ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നു. ഷഹദ് ഇന്ന് ഏറെ നേരം ആ ചൂരൽമലയുടെ മുകളിൽ ഉണ്ടായിരുന്നു. അവിടെ അരയ്ക്കൊപ്പം ചെളിക്കുണ്ടിലേക്ക് ഇറങ്ങിയെന്നുകൊണ്ട് രക്ഷാദൗത്യം നടത്തുന്ന നമ്മുടെ ഫയർഫോഴ്സ് അംഗങ്ങളെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു അതിലൊരാൾക്ക് പരിക്കേറ്റു എന്നുമാണ് തോന്നുന്നത്. ഷഹദ്, ആ ചൂരൽമലയുടെ ആ ഏരിയയിൽ പിന്നെ വീടുകളുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. എത്രത്തോളം കഠിനമായ രക്ഷാദൗത്യമാണ് ഇന്ന് ഷഹദ് സാക്ഷ്യം വഹിച്ചത്? ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മഴ കനത്ത് പെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം, അല്പസമയം മുമ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. നാളെ ജില്ലയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് ജില്ലാ ഭരണകൂടത്തിൻ്റെ മുന്നറിയിപ്പും കൂടി വന്നു. കാരണം ജില്ലയിൽ ഈ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ആ സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. അതായത് കുറുമ്പാമലക്കോട്ട, അതുപോലെ തന്നെ ലക്കിടി മണിക്കുന്നുമല, മുട്ടിൽ കോൽപ്പാറ കോളനി, കാപ്പിക്കളം സുഗന്ധഗിരി, അതുപോലെ തന്നെ പൊഴുതന പ്രദേശങ്ങൾ, ഈ തുടങ്ങിയ മേഖലകൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും ഇത് അപകട ഭീഷണി നിലനിൽക്കുന്ന മേഖലയാണെന്നും ഇവിടെയുള്ള ആളുകൾ ഉടൻ തന്നെ മാറി താമസിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു വേണ്ട നിർദ്ദേശങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സെക്രട്ടറിമാരും വില്ലേജ് ഓഫീസർമാരും സ്വീകരിക്കണം എന്ന കാര്യവും അല്പസമയം മുൻപ് ജില്ലാ കളക്ടർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ജില്ലയിൽ 82 ക്യാമ്പുകളിലായിട്ട് 8304 പേരാണ് ഇപ്പോൾ കഴിയുന്നത് എന്നുള്ളതാണ്. ഇതിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്, കാരണം ഇവിടുത്തെ രക്ഷാപ്രവർത്തനം കുറെ കൂടി സുഗമമാകണമെങ്കിൽ ഇവിടുത്തെ ഈ പാലം, അതായത് പാലം നിർമ്മാണം ഏറ്റവും വേഗത്തിൽ ആകണം. അപ്പോൾ ആ പാലം നിർമ്മാണം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ അതായത് കാലാവസ്ഥ തന്നെയാണ്. കാരണം ഇന്ന് വൈകിട്ടോടു കൂടി നമ്മൾ ഇത് പാല നിർമ്മാണം ഏകദേശം ആകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിലവിലെ സാഹചര്യത്തിൽ അതിൻ്റെ പണികളൊക്കെ നടക്കുന്നതേയുള്ളൂ. നാളെ വൈകിട്ടോടുകൂടി മാത്രമേ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുകയുള്ളൂ എന്നുള്ളതാണ് അല്പസമയം മുൻപ് അറിയിച്ചിട്ടുള്ളത്. നാളെ വൈകിട്ടോടുകൂടി ഈ പാല നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൂടുതൽ JCBകളും അതുപോലെ തന്നെ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഇവിടെ നിന്ന് കടത്തിവിടാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 190 അടി നീളത്തിലാണ് ഈ പാലം നിർമ്മിക്കുന്നത്. 25 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള നിർമ്മാണമായിരിക്കും ഈ പാലത്തിൻ്റേത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ രക്ഷാപ്രവർത്തനം ഏകദേശം 6 മണിയാകുമ്പോഴേക്കും നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പ്രധാനമായിട്ടും ഈ കാലാവസ്ഥ തന്നെയാണ് വെല്ലുവിളി ആയിട്ടുണ്ടായിരുന്നത്. കാരണം 4 മണിയോടുകൂടി തന്നെ ഈ മേഖലകളിൽ മഴ അതിശക്തമായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പുഴയ്ക്ക് വലിയ രീതിയിലുള്ള ഒഴുക്കായിരുന്നു. അപ്പോൾ ഈ ഒഴുക്ക് രക്ഷാപ്രവർത്തനത്തെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകരെ മുഴുവനായിട്ടും ഒരു 5 മണിയോടുകൂടി ഇവിടെയുള്ള ഈ മറുകരയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ താൽക്കാലികമായിട്ടുള്ള പാലം വഴിയായിരുന്നു ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പുഴയിൽ കുത്തൊഴുക്ക് വർദ്ധിക്കുകയും ഈ അടിയൊഴുക്ക് വലിയ രീതിയിൽ ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഏറെ നേരം ഈ താൽക്കാലിക പാലത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒഴുക്ക് ചെറിയ രീതിയിൽ കുറയുകയും മഴ ചെറിയ രീതിയിൽ ശമിക്കുകയും ചെയ്ത ഘട്ടത്തിലായിരുന്നു പിന്നീട് 100ഓളം വരുന്ന ഇത്തരത്തിൽ രക്ഷാപ്രവർത്തകരെ മറുകരയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. രാത്രി ഏറെ വൈകിട്ടാണെങ്കിലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നാളെ വൈകിട്ടോട് കൂടിയിട്ട് ഈ പാലത്തിന്റെ പണി നടക്കുകയുള്ളൂ. നിലവിൽ ഇവിടെയുള്ള ബാക്കി മുഴുവൻ സേനാ അംഗങ്ങളും ഇവിടെ നിന്നും ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. കാരണം വിവിധ സേനാ വിഭാഗങ്ങളുടെ മുഴുവനായിട്ടുമുള്ളൊരു ഏകോപനത്തിലാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം ഒക്കെ തന്നെ നടക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ അങ്ങനെയുള്ള ഈ അതായത് ഫയർഫോഴ്സ്, NDRF അതുപോലെയുള്ള സേനാംഗങ്ങളൊക്കെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ നിന്നും പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ പാലം നിർമ്മാണം മാത്രമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. നാളെ അതിരാവിലെ തന്നെ തിരച്ചിൽ പുനരാരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പ്രഥമ പരിഗണന നൽകിയിട്ടുണ്ടായിരുന്നത്, അതായത് രാവിലെ മുതൽ തന്നെ ഈ മേഖലയിലേക്ക് എത്തിച്ചെല്ലാൻ, അത് ഈ ദുരന്തം നടന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദുരന്തം നടന്ന മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ പാകത്തിന് റോഡ് നിർമ്മിക്കുക എന്നുള്ള ഒരു കാര്യത്തിനാണ് പ്രധാനമായിട്ടും പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. അത് ഉച്ചയോടുകൂടി ചെറിയ രീതിയിലെങ്കിലും വിജയിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഈ റോഡ് നിർമ്മാണം ഏകദേശമൊക്കെ പൂർത്തിയായി. കാരണം മുകളിലേക്ക് വരെ ചൂരൽമലയുടെ മുകളിലേക്ക് വരെ ഇപ്പോൾ ആംബുലൻസുകളും അതുപോലെ തന്നെ ഈ JCB അതുപോലെ തന്നെ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കും. കാരണം ആ രീതിയിലേക്ക് ഈ മേഖലകളിൽ ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി കൂടുതൽ യന്ത്ര സാമഗ്രികൾ, പ്രത്യേകിച്ച് ഈ മേഖലകളിലൊക്കെ തന്നെ വലിയ വാർപ്പിട്ട വീടുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. 2 നില ബഹുനില കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ തന്നെ ഈ ഗ്രില്ല് ഉപയോഗിച്ച ഇത്തരത്തിൽ
തരത്തിലുള്ള ഈ വീടുകൾക്ക് താഴെയായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് കിടക്കുന്നവ മുറിച്ചു മാറ്റണം അല്ലെങ്കിൽ പൊളിച്ചു മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യന്ത്ര സാമഗ്രികൾ കൂടുതലായിട്ട് ഈ മേഖലകളിലേക്ക് എത്തിക്കണം. അത് നാളെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഈ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, നാളെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലയിലേക്ക് വരികയാണ്. രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, അപ്പോൾ പ്രിയങ്ക ഗാന്ധി വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സന്ദർശനവും ഉണ്ടാവും. അപ്പം സാധാരണക്കാരായിട്ടുള്ള, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഇവിടേക്ക് കാഴ്ച കാണാൻ നിരവധി പേര് വരുന്നുണ്ട്. അത് കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുകയുള്ളൂ. കാരണം ഈ പ്രദേശത്തെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ലാത്ത ആളുകളാണ് ഈ കാഴ്ച കാണാനായിട്ട് വരുന്നത്. അപ്പോൾ പരമാവധി അത്തരം ആളുകൾ വരാതിരിക്കുക എന്നത് മാത്രമേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ മേഖലയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നവർക്ക് പോലും നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ നിൽക്കാനോ ഇവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനോ സാധിക്കില്ല. നമ്മൾ ഓരോ അടിയും എടുത്തു വെക്കുന്ന ഘട്ടത്തിൽ അത് ഏറെ സൂക്ഷ്മതയോടുകൂടി എടുത്തു വെക്കണം. കാരണം കുറേ അധികം വീടുകളുള്ള മേഖലകളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ ഈ കക്കൂസ് ടാങ്ക് ഉണ്ടാകും, അതുപോലെ തന്നെ കിണറുകൾ ഉണ്ടാകും. അപ്പം ഇവിടങ്ങളിലൊക്കെ വലിയ ഗർത്തങ്ങളാണ് ഉണ്ടാകുക. മുകളിൽ കുറച്ച് മണ്ണ് ഇങ്ങനെ മൂടി നിൽക്കെങ്കിലും നമ്മൾ അടിയിലേക്ക് താഴ്ന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. എന്ന് അതാണ് അല്പം മുമ്പ് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ സ്ക്യൂബ ഡൈവ് നടത്തുന്ന റെസ്ക്യൂ സംഘം ഇന്ന് ഏറെ പണിപ്പെട്ടാണ് മറുകരയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ചളിയിൽ ആണ്ടുപോയി അവരുടെ അരക്ക് താഴെ അല്ല മുകളിലായിട്ട് ഇന്ന് ചളിയിൽ ആണ്ട് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അവർ പരിശീലനം ലഭിച്ച ആളുകളായതുകൊണ്ടാണ് ഒരുപക്ഷെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവാതെ ഏറെ പണിപ്പെട്ടിട്ടാണെങ്കിലും, അതായത് മണിക്കൂറുകൾ എടുത്താണ് അവർ മുകളിലേക്ക് കയറിപ്പോയത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് പകൽ മുഴുവൻ കാണിച്ചതാണ് അവർ ഈ ചളിയിൽ അകപ്പെട്ടു പോയതിൻ്റെ. അപ്പം അത്തരം കാഴ്ചകൾ നമ്മൾ ഇവിടെ തുടർച്ചയായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പലയിടങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം മേഖലകളിലേക്ക് വരുന്ന ആളുകൾ, കൂടാതെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ തന്നെ ഇന്നൊരാളുടെ കണ്ണിന് പരിക്ക് പറ്റിയതും നമ്മൾ ഇന്ന് തത്സമയം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് അത്തരം കാഴ്ചകൾ നമുക്ക് ഈ മേഖലകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാഴ്ചക്കാരായിട്ട് വരുന്നവർ പരമാവധി ഈ മേഖലയിലേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ കുറേ അധികം വാഹനങ്ങൾ വരുന്നത് ആംബുലൻസുകൾക്ക് പോകാനും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഈ സേന അല്ലെങ്കിൽ ഇവിടെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഒഫീഷ്യൽസിന് പോകുന്നതിനും വരുന്നതിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പരമാവധി ആളുകൾ വരാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനാവുക. മാത്രമല്ല, നാളെ കൂടുതലായിട്ട് ആളുകളെ ഒന്നും ഇങ്ങോട്ട് കടത്തിവിടുകയില്ല. കാരണം ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സന്ദർശനം നടത്തുന്നത് കൊണ്ട് തന്നെ കർശന നിയന്ത്രണം ഈ മേഖലയിൽ ഉണ്ടാകും. അതിനൊക്കെ അപ്പുറത്ത് ഈ നിലവിൽ ഈ മഴ ഒന്ന് ശമിച്ചാൽ മാത്രമേ മറുകരയിലേക്ക് പോവുകയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം കുറെ കൂടി സുഗമമാവുകയും ചെയ്യുക. നിലവിൽ ഇപ്പോൾ ചെറിയ രീതിയിൽ മഴയ്ക്ക് ഒരു ശമനം ഉണ്ടെങ്കിൽ പോലും ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. ഏറ്റവും ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഉൾവനങ്ങളിൽ ഈ മഴ പെയ്യുകയാണെങ്കിൽ അത് ഇവിടേക്ക് വരുമ്പോൾ വലിയ രീതിയിലാണ് വെള്ളക്കെട്ടായിട്ട് വരിക, അല്ലെങ്കിൽ വെള്ളം കുത്തിയൊലിച്ച് വരുന്നത് വലിയ രീതിയിലാണ്. കാരണം ഇപ്പോൾ ഒഴുകുന്ന പുഴ ആയിരിക്കില്ല ഒരുപക്ഷെ കുറച്ച് സമയം കഴിഞ്ഞ് ഈ മഴ കൂടുതൽ ശക്തമാകുന്ന ഘട്ടത്തിൽ വരിക. കാരണം കടുത്ത ഉള്ളൊഴുക്കുണ്ട്, അതുപോലെ തന്നെ നല്ല കുത്തൊഴുക്കൊക്കെ ഉള്ള പുഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനം നേരത്തെ തന്നെ നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. മേഖലയിലൊക്കെ വലിയ മഴ പെയ്തു, അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം രക്ഷാദൗത്യം അവിടെ നിർത്തിയത്. വലിയ മഴയാണ് അങ്ങോട്ടേക്ക്. അവിടെ ഇപ്പോഴും ഉരുൾപൊട്ടൽ സാധ്യത മേഖലയാണ്, അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കൽ സാധ്യമല്ല. അതുമാത്രമല്ല, നേരത്തെ അവിടെ സംസാരിച്ച ഫയർഫോഴ്സിൻ്റെ ദൗത്യസംഘ തലവൻ പറയുന്നുണ്ടായിരുന്നു, റെസ്ക്യൂവറുടെ ജീവൻ അപായപ്പെടുത്തിക്കൊണ്ട് അവിടെ നിൽക്കുന്ന അങ്ങനെ റിസ്ക് എടുക്കേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് വൈകുന്നേരമാകുമ്പോഴേ അവസാനിച്ചു. മാത്രമല്ല, നമ്മൾ ആ കാണുന്ന പാലം ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും വലിയ മലവെള്ളപ്പാച്ചിൽ വന്ന് അത് മൊത്തം മൂടിപ്പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അവിടെ അധികം നേരം നിൽക്കുകയാണെങ്കിൽ കൂടുതൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ സ്റ്റാൻഡേർഡായി വന്ന ആ സമയത്ത് നമ്മുടെ മാധ്യമപ്രവർത്തകർ അടക്കം ഈ പറഞ്ഞ മുണ്ടക്കൈ മേഖലയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വലിയ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ ആ പാലം പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുമെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. രാത്രിയിലേക്ക് കടക്കുകയാണ്. അവിടെ വെളിച്ചക്കുറവിന് പ്രശ്നമുണ്ട്. അങ്ങോട്ടേക്ക് രാത്രികാല രക്ഷാദൗത്യം സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അധികം ഫ്ലഡ് ലൈറ്റുകളോ മറ്റ് വെളിച്ച സംവിധാനങ്ങളോ അങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മുണ്ടക്കൈയിൽ രക്ഷാദൗത്യം അവിടെ വൈകുന്നേരത്തോടു കൂടി ഇന്ന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പൂർത്തിയാക്കി അവർ മടങ്ങിയത്.